അങ്ങനെ നവ്യയുടെ 5-ാം മാസ ചടങ്ങൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നവ്യയ്ക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. അതേസമയം നവ്യയ്ക്ക് വെച്ച കെണിയിലാണ് നമ്മുടെ അഭി പെട്ടിരിക്കുന്നത്. ആ ഒരു വാർത്തയിലും ആ ഒരു എപ്പിസോഡിലും പ്രേക്ഷകർ വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ അഭിക്ക് ജലജ പിന്നാലെ നടന്ന് ചൊറിഞ്ഞു കൊടുക്കുകയാണ്. ജലജയാണ് ഇതിൻ്റെ പിന്നിലെന്നറിഞ്ഞപ്പോൾ അഭി വല്ലാണ്ട് ചൂടാകുന്നുമുണ്ട്. ഒരു കാര്യത്തിന് ഒരുങ്ങിയാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് അഭി. അങ്ങനെ മുത്തശ്ശൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ചടങ്ങിന് മുത്തശ്ശൻ ഇല്ലായിരുന്നു. അങ്ങനെ നവ്യയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയുണ്ടായിരുന്നു, പ്രോഗ്രാമൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ, സന്തോഷമായില്ലേ മോൾക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സന്തോഷമായി മുത്തശ്ശ, മുത്തശ്ശി എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിലെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. ആകെ ഒരു സങ്കടമുള്ളത് അഭി എന്നെ അംഗീകരിക്കുന്നില്ല. പിന്നെ അഭി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദർശേട്ടനാണ് ചെയ്തു തന്നിട്ടുള്ളത്. ഒരു സാരി പോലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്, അഭി ചെയ്തു തന്നിട്ടില്ലെങ്കിലും മോൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്നാലും മുത്തശ്ശ, എൻ്റെ അമ്മായിയമ്മയും അതുപോലെ എൻ്റെ ഭർത്താവും എന്നെ അംഗീകരിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത്, അതൊക്കെ ശരിയായിക്കോളും, മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നവ്യ അവരോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ ഏതായാലും 7-ാം മാസം ആകുമ്പോഴേക്കും തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വീട്ടിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന സമയത്ത്, അതെന്ത് പറ്റി മോളെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു തീരുമാനം, പതുക്കെ പോയാൽ മതിയല്ലോ, ഇവിടെ തന്നെ നിന്നാൽ മതിയല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് പിന്നെ മുത്തശ്ശ, എനിക്കിവിടെ നിൽക്കുന്തോറും പേടിയാണ്, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും എന്നെ ഇല്ലാതാക്കാനും നോക്കുന്ന പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്തു പറ്റി മോളെ, വീണ്ടും എന്തെങ്കിലും ഇവിടെ നടന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അതേ മുത്തശ്ശ, ഇന്നും ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മായി എൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞിരുന്നു. അത് പ്രകാരം അവർ പോയി കിച്ചണിൽ പോയിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അമ്മായിയമ്മ എനിക്കായിട്ട് എൻ്റെ കയ്യിലൊരു ജ്യൂസ് തരികയായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ സംശയം തോന്നിയ സ്ഥിതിക്ക് ഞാൻ ആ ജ്യൂസ് അബിയുടെ കയ്യിൽ കൊടുത്തിട്ട് അബിക്ക് കൊണ്ടുവന്ന ആ ഒരു ജ്യൂസ് ഞാൻ കുടിക്കുകയായിരുന്നു. അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അബി മേലാകെ ചൊറിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എനിക്കിട്ട് തരാൻ ഉദ്ദേശിച്ചിരുന്ന പണിയായിരുന്നു. അത് ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ടാണ്, എനിക്ക് ഒരു പണി തരുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ജ്യൂസ് കുടിക്കാതിരുന്നത്. അത് കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് അബി ചൊറിഞ്ഞ് നടക്കുന്നത് പോലെ ഞാനും ചൊറിഞ്ഞ് നടക്കുമായിരുന്നു, എൻ്റെ അവസ്ഥ വഷളാകുമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ, ആഹാ, ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടായോ, എത്ര കേട്ടാലും പഠിക്കാത്ത ഒരു ജന്മങ്ങളാണല്ലോ അവര് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ജാനകിയമ്മയും അതുപോലെ അവരുടെ കൂടെ കൂടിയിരുന്നു, അതാണ് എനിക്ക് ഏറെ സങ്കടമുണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകിയുടെ സ്വഭാവം ഇപ്പോൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അനാമികയാണ് എല്ലാത്തിനും കാരണം. ഇവിടെ നടക്കുന്ന ഇത്തരം പ്രവർത്തികളൊക്കെ അനാമിക മൂലമാണ് എന്നൊക്കെ നവ്യയും മുത്തശ്ശനോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യാനാ, അനിയുടെ ജീവിതത്തെ ഓർത്ത് മാത്രമാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശ, ഇത് തെളിവില്ലാത്തത് കൊണ്ട് എനിക്ക് അമ്മായിയമ്മയെ നേരെ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് മുത്തശ്ശൻ ഇതിനൊരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം, എൻ്റെ അമ്മായിയമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട്, ഞാൻ എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പുറത്തോട്ട് വരുന്ന സമയത്താണ് അനാമികയും ജലജയും ജാനകിയും ഒക്കെ അവർ പുറത്തു നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഏതായാലും എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ആ പൊടിയുണ്ടല്ലോ, അത് അടിപൊളി സാധനമാണ്, പക്ഷെ അത് വിചാരിച്ച ആൾക്കല്ല അത് പെട്ടിരിക്കുന്നത്, അത് അബേട്ടനായി പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അത് എൻ്റെ മോന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമോ, ഇനി അന്ന് ദേവേച്ചിക്ക് സംഭവിച്ചതുപോലെ എൻ്റെ മോന് സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതൊന്നുമില്ല, അത് വേറെ ഐറ്റമാണ്, ഇത് ചൊറിഞ്ഞ് നിൽക്കുകയേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജാനകിയും പറയുന്നുണ്ട്, അതെ ജലജ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മോള് പറഞ്ഞത് കേട്ടില്ലേ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാകും, പിന്നെ നവ്യയുടെ ആ ഒരു ചടങ്ങ് മുടക്കാനായിട്ട് കുറച്ചു നേരം അവളെ ഒന്ന് വെറുപ്പിക്കാനായിട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്തതാണല്ലോ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് ജാനകി. അങ്ങനെ ജാനകിയും അനാമികയും ഇത് പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശനാകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം അനാമികയാണെങ്കിൽ പോട്ടെ, പക്ഷെ ജാനകിയും അവളുടെ കൂടെ കൂടിയിട്ട് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണല്ലോ എന്നുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ വീണ്ടും അവർ ഇനി
നവ്യക്കിട്ട് പണി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ദേഷ്യം കൊണ്ട് മുത്തശ്ശൻ അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ജലജയെ പിടിച്ച് രണ്ടടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയോടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എടി ജാനകി, നിന്നെക്കുറിച്ച് ഞാൻ ഇത്തരത്തിൽ തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യുമെന്ന് കരുതിയില്ല. നീ എന്തായാലും ഇവർക്കൊപ്പം കൂടിയിട്ട് തരം താഴ്ന്ന പ്രവൃത്തിയാണല്ലോ ചെയ്തിരിക്കുന്നത്. നിന്റെ സ്വഭാവം എങ്ങനെ ഇത്രക്ക് വഷളായത്? എല്ലാത്തിനും കാരണം നിന്റെ ഈ മരുമകളാണ്. മരുമകളെ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ഇതറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ജാനകിയും അനാമികയും ജലജയും ഒക്കെ ആകെ തല താഴ്ത്തി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് അനാമിക, എന്താ മുത്തശ്ശ പറയുന്നത്, എന്താ ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ കൂടുതലൊന്നും അഭിനയിക്കേണ്ട, നിങ്ങളിവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതിനെക്കൊണ്ട് കൂടുതലൊന്നും ഇനി പറയണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് ജാനകി, നീ ഇവരുടെ കൂടെ കൂടിയിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് നിർത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും കാലാകാലവും എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകി ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആകെ ചമ്മയിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഒന്നും വേണ്ടായിരുന്നു, എന്നെപ്പറ്റി ഇവർ എന്തൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്, മുത്തശ്ശൻ്റെ അച്ഛൻ്റെ മനസ്സിൽ തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ വന്നു കഴിഞ്ഞല്ലോ, ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ജാനകി. അങ്ങനെ അനാമികയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എല്ലാത്തിനും ഒന്നും ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പോവുകയാണ് മുത്തശ്ശൻ. പിന്നീട് ജലജയും ജാനകിയും ഒക്കെ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് അനാമിക ചിന്തിക്കുന്നുണ്ട്, ഏതായാലും ആ കിളവന് എല്ലാവരെയും ഇവിടെ നിന്ന് ഒഴിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ, അത് പറഞ്ഞത് വേറൊന്നുമല്ല, ഇവിടെ ഭാഗം വെച്ച് നമ്മളെ പറഞ്ഞയക്കണമെന്നാണല്ലോ ഉദ്ദേശിച്ചത്, അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ ഭാഗം വെക്കൽ പെട്ടെന്ന് തന്നെ നടന്നോളും. കോടികളാണല്ലോ നമുക്ക് ഭാഗം വെക്കുന്ന സമയത്ത് കിട്ടുക. അതുകൊണ്ട് ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അനാമിക.